കൊച്ചിയിൽ മന്ത്രി പി രാജീവിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ കുഴികൾ നിറഞ്ഞ വിണ്ടുകീറിയ റോഡുകളിൽ റോഡുകൾ മോശമായതിനെ തുടർന്ന് ഉള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മന്ത്രി പി രാജീവിനെതിരായിട്ടുള്ള പ്രതിഷേധം കൊച്ചിയിൽ നടക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. കൊച്ചിയിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. എറണാകുളം DCCയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നു. കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥയിൽ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്കാണ് മാർച്ച് വന്നിരിക്കുന്നത്. അവിടെ പോലീസ് ബാരിക്കേഡ് ഉയർത്തി പ്രതിഷേധക്കാരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായി. എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് DCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ച് അത് ബാരിക്കേഡുകൾ ഉയർത്തി പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ബാരിക്കേഡുകൾ പ്രതിഷേധക്കാർ മറച്ചിടാൻ ശ്രമിച്ചു നേരത്തെ. ഇപ്പോഴും മുദ്രാവാക്യം വിളികളോടുകൂടി അവിടെ പ്രതിഷേധം നടക്കുകയാണ്. കൊച്ചിയിൽ അപകടങ്ങൾ സാധാരണ നിലയിലാകുന്ന തരത്തിൽ റോഡുകൾ മോശമായ പശ്ചാത്തലത്തിലാണ് റോഡുകളുടെ ശോചനീയ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് DCCയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മാർച്ച് നടക്കുന്നത്. ആ മാർച്ച് ഇപ്പോൾ മന്ത്രി പി രാജീവിന്റെ ഓഫീസിന് മുന്നിൽ എത്തി നിൽക്കുകയാണ്. ആ മാർച്ചിൽ മുദ്രാവാക്യം വിളികൾ ഉയരുന്നുണ്ട്. അവിടെ പോലീസ് ബാരിക്കേഡ് ഉയർത്തി പ്രതിഷേധക്കാരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ആൻമരിയ സണ്ണി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. ആൻമരിയ, ഈ കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ DCCയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ മാർച്ച്. അവിടെ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്? മന്ത്രി പി രാജീവിന്റെ ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് ഉയർത്തി പോലീസ് ഈ മാർച്ചിനെ തടഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരാണ് ഉദ്ഘാടകൻ പ്രതിഷേധത്തിന്റെ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്കാണ് എറണാകുളം DCCയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം. കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ DCC പ്രവർത്തകർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ ഈ കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ നേരത്തെ മുതൽ തന്നെ ചർച്ചയായിട്ടുള്ളതാണ്. അത് ഹൈക്കോടതിയുടെ മുൻപിൽ തന്നെ ആ വിഷയം വന്നിരിക്കുന്നതാണ്. പല റോഡുകളും തകർന്ന അവസ്ഥയിലുമാണുള്ളത്. തമ്മനം പുല്ലേപ്പടി റോഡ്, കലൂർ കത്രിക്കടവ് റോഡ്, ഈ സ്റ്റേഡിയം ലിങ്ക് റോഡ് ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളും തകർന്ന അവസ്ഥയിലാണ്. അതിൽ തമ്മനം പുല്ലേപ്പടി റോഡാണ് ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ തരത്തിൽ തകർന്നു കിടക്കുന്ന അവസ്ഥ, അപകടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, ഇതെല്ലാം ഹൈക്കോടതിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതാണ്. അതായത് ഈ വിഷയം കത്തി നിൽക്കുന്ന ഒരു സമയത്താണ്, അല്ലെങ്കിൽ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ എറണാകുളം DCCയുടെ നേതൃത്വത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഓഫീസിന് മുൻപിലായിട്ട് കുറച്ചകലെയായിട്ട് പോലീസ് എന്തായാലും ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ഈ പ്രതിഷേധം തടഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അവർ ആ ബാരിക്കേഡുകൾ മറച്ചിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയായിരുന്നു. ഇപ്പോൾ DCC പ്രസിഡന്റ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. നിരവധി തരത്തിലുള്ള ആളുകളാണ്, പല ഭാഗങ്ങളിലായിട്ട് എത്തിയിരിക്കുന്ന വലിയ തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.